ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നടന്ന ന്യൂകാസിൽ ബാഴ്സലോണ പ്രീ ക്വാർട്ടർ പോരാട്ടം നാടകീയമായാണ് അവസാനിച്ചത്. സെന്റ് ജെയിംസ് പാർക്കിൽ വിജയമുറപ്പിച്ച ന്യൂകാസിൽ യുണൈറ്റഡിനെ അവസാന നിമിഷം പിടിച്ചുകെട്ടി ബാഴ്സലോണ. 96-ാം മിനിറ്റിൽ ലാമിൻ യമാൽ നേടിയ പെനാൽറ്റി ഗോളാണ് ബാഴ്സലോണയ്ക്ക് ആശ്വാസകരമായ സമനില സമ്മാനിച്ചത്. ന്യൂകാസിലിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരമെന്നാണ് പരിശീലകൻ എഡ്ഡി ഹൗ ഈ പോരാട്ടത്തെ വിശേഷിപ്പിച്ചത്. കളിയിലുടനീളം ബാഴ്സലോണയോട് പൊരുതി നിന്ന ന്യൂകാസിൽ 86-ാം മിനിറ്റിൽ ഹാർവി ബാൺസിലൂടെ ലീഡ് നേടി. ജേക്കബ് മർഫി നൽകിയ ക്രോസിൽ നിന്നായിരുന്നു ബാൺസിന്റെ മികച്ച ഫിനിഷ്. സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ ഈ ഗോളോടെ ന്യൂകാസിൽ ചരിത്ര വിജയം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം നാടകീയമായ നീക്കങ്ങൾക്കാണ് മൈതാനം സാക്ഷ്യം വഹിച്ചത്. പകരക്കാരനായി ഇറങ്ങിയ ഡാനി ഓൾമോയെ ബോക്സിനുള്ളിൽ മാൽക്കിയാവ് വീഴ്ത്തിയതിന് ബാഴ്സലോണയ്ക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. ഗോളിയെ തെറ്റായ ദിശയിലേക്ക് അയച്ച് യമാൽ അനായാസം പന്ത് വലയിലെത്തിച്ചു. കളിയിലെ അവസാന കിക്ക് ബാഴ്സയെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചു. വിജയത്തിന്റെ സെക്കൻഡുകൾക്ക് മുൻപ് സമനില വഴങ്ങേണ്ടി വന്നത് ന്യൂകാസിലിന് വലിയ തിരിച്ചടിയായി. 1-1 എന്ന സമനിലയായതോടെ അടുത്ത ആഴ്ച ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിൽ നടക്കുന്ന രണ്ടാം പാദ മത്സരം കൂടുതൽ നിർണായകമായിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.